നമുക്കിന്ന് കുറച്ച് കാറിൻ്റെ കുറച്ച് പണിയുണ്ട് നമ്മുടെ കാറിൻ്റെ. അപ്പോൾ നമുക്ക് നമ്മുടെ വെസലിൻ്റെ എൻജിൻ റൂമിൽ പോയിട്ട് കുറച്ച് ടൂൾസ് എടുക്കണം. ഇതെടുക്കുക, 14 ഇതിലല്ലാതെ ഇല്ലേ, ഇത് ഇവിടുത്തെ കുറവുണ്ട്, അത് ഇവിടെ ഉണ്ട്. എല്ലാം സെറ്റായി. ഇത് പിന്നെ നമുക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കീയുടെ സെറ്റ് വേണം. കീ സെറ്റ് ചിലപ്പോൾ ആവശ്യം വരും, എടുക്കാം. പിന്നെ ഇത് എന്നിട്ട് അത് ബാറ്ററിയുടെ ടെസ്റ്ററാണ്. ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക്. ടൂൾസ് കിറ്റ്, ഇത് ടൂൾസ് കിറ്റ് നമ്മുടെ. അപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ ആ ബക്കറ്റിൽ ആക്കിയിട്ട് സെറ്റാക്കട്ടെ. നമുക്ക് ഇവിടെ നമ്മൾ കൊണ്ടുപോകാനുള്ളത്. ഇത് വേണ്ടി വരും, പക്ഷേ ഇതിന് ചാർജർ ഇല്ല എന്നുണ്ട്, ചാർജ് കഴിഞ്ഞിരിക്കുക. അപ്പോൾ അത് വേണ്ട. ഓക്കെ, ഇതൊന്നും ഞാൻ സെറ്റാക്കട്ടെ ഇതിലേക്ക്, എന്നിട്ട് വരാം. അപ്പോൾ ടൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാറിൻ്റെ സ്റ്റീറിങ് കുറച്ച് ടൈറ്റ് ഉണ്ട്, അപ്പോൾ അത് അഴിച്ചൊന്ന് സെറ്റാക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളും എടുത്തിട്ടാണ്. ഞങ്ങളുടെ കവറോൾ ഇതാണ് പഴഞ്ചനാണ്. കുറച്ചാൾ ഞാൻ ഇവിടെ ഉണ്ടായില്ല, അപ്പോൾ അത് കാരണം പഴഞ്ചൻ തന്നെ എടുത്തിടാം തൽക്കാലത്തിന്. അൽക്കുൾട്ട് പണികളില്ല സീലിൻ്റെ. ഇത് ഇവിടുത്തെ വർക്കിംഗ് ഡ്രസ്സാണ്, ഇതിൻ്റെ ഉള്ളിൽ എൻജിൻ റൂമിൽ. ഇതിട്ടിട്ട് നമ്മൾ പുറത്ത് പണി വെക്കൊന്നും കാര്യമില്ല, കാരണം ഇത് അലങ്കോല എൻജിൻ റൂമിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്ക് പോയിട്ട് പണികൾ ചെയ്യാം. ശ്രീത്തേട്ടൻ സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് കാറിൻ്റെ അവിടേക്ക്. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ നല്ല ചൂടായ കാരണേ ഭയങ്കര സീനാണ്. വേഗം അവിടേക്കൊക്കെ എത്തിയിട്ട് വെയിലില്ലാത്തടത്തേക്ക് ചെന്നിട്ട് വരാം. ഇതാണ് നമ്മുടെ കാറ്. ഇത് ബാസിമിൻ്റെ കാറ് കുറച്ച് നാളായിട്ടുള്ളൂ എടുത്തിട്ട്. നല്ല വണ്ടിയാണ് ഇത്, പെട ഷേപ്പൊക്കെ ഉള്ള വണ്ടി. ഇത് കാണുമ്പോൾ തന്നെ ഒരു സ്പോർട്സ് മോഡൽ ലുക്കാണ്. കണ്ടില്ലേ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ. ഫ്രണ്ടിൽ നിന്ന് തന്നെയുള്ള വ്യൂ നോക്കി. നല്ല രസമല്ലേ ഈ വണ്ടിയാണ്. സ്പോർട്സ് ലുക്ക്, സൈഡിലത്തെ ലുക്കാണ് അടിപൊളി. സൈഡിൽ നിന്ന് നല്ല രസമാണ് വണ്ടിയാണ്. ഇത് കൊണ്ട് ഇടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ്. ആണില്ലേ ഈ പരിസരത്തൊക്കെ ചെറിയ ഡാമേജൊക്കെ. ആളുടെ നിന്ന് പറ്റിയതല്ല, പാർക്ക് ചെയ്തിട്ട് ഇട്ട സമയത്ത് ഏതോ ലേഡി കൊണ്ട് കയറ്റിയതെന്ന് പറഞ്ഞേ ബാക്കിൽ. ഇത് നമ്മുടെ വണ്ടി കിയയുടെ കേരൻസ്. വീലൊക്കെ പെയിൻ്റ് അടിച്ച് ഇപ്പോൾ രസമായി. ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തിട്ട് സ്റ്റീറിങ്ങിൻ്റെ കുറച്ച് പണികളുണ്ട്, ആ പണികൾക്കാണ് നമ്മൾ പോണത്. ഇവിടെ വെച്ചാൽ ഇപ്പോൾ ഒടുക്കത്തെ ചൂട് കാരണം നമുക്ക് ഉച്ച സമയങ്ങളിലുള്ള പണിയൊക്കെ കുറയ്ക്കണം. ഇപ്പോൾ ചൂടുണ്ട്. ഇപ്പം ഇവിടെ 11:07, സമയം 11:07 ആയിട്ടുള്ളൂ. പക്ഷെ കാലത്ത് 6 മണിയാകുമ്പോൾ എപ്പോഴും ചൂടുണ്ട്. ഹ്യൂമിഡിറ്റി കൂടുതലല്ലേ സൗദിയിൽ. ഇപ്പം ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിലായ കാരണം നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെ ഇവിടേക്ക് കാറ്റ് തട്ടാനുള്ള സെറ്റപ്പില്ല. കാറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാറ്റിൻ്റെ തണുപ്പെങ്കിലും ആക്കരുത്. കാറ്റില്ലെങ്കിലും ഈ ചൂടിൻ്റെ ഒരു ഹ്യൂമിഡിറ്റിയുടെ ഒരു ഇതറിയാം. എന്തായാലും ഞാൻ പണികളൊക്കെ
തുടങ്ങാം. അവിടെ ഓഫീസിലെ ആൾക്കാരുകളുണ്ട്. ഈ പണികളൊക്കെ തുടങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം. സ്പാനർ വേറെ വേണോ പിടിക്കാൻ? വേറെ സ്പാനർ വേണോ? ഏത് സാധനം? ബെൽറ്റ് പിടിച്ച് അവിടെ മുകളിൽ ഫാസ്റ്റ് എടുക്കും. ഒരു മിനിറ്റ് കൈ എത്തുന്നില്ല. പവർ സ്റ്റീറിങ്ങിൻ്റെ പുള്ളിന്ന് മതിയേ. കുറച്ച് ടൈറ്റാണ് കയ്യേ പുള്ള. ഒരു മിനിറ്റ്. ഈ പമ്പ് അതിൻ്റെ ഉള്ളിൽ അഴിക്കേണ്ടി വരുമോ? തുറന്നു നോക്കേണ്ടി വരും അല്ലേ? ഇതാണ് അപ്പം കംപ്ലൈൻറ്റ്. അപ്പം പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പ് അഴിച്ചെടുത്തു. ഇതിനാ പുതിയത് അപ്പം ഞങ്ങൾ സാധനം ഒരു ഇനിയിപ്പോൾ അവിടെ വർക്ക്ഷോപ്പിൽ കൊണ്ട് റെഡിയാക്കണം. അപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പിൽ പോയിട്ട് റെഡിയാക്കാം. നല്ല വെയില, സാധനങ്ങളൊക്കെ കൊണ്ടുപോയി പണി ചെയ്യണം. ലൈറ്റ് കുറച്ച് കുറവുണ്ടല്ലേ?
ഇത് ഒരിടത്ത് എത്രയുണ്ട് എടുക്കണ്ടേ? തിരിച്ചിട്ടോ ആ ഇനിയിപ്പോൾ ലോസായിട്ട് എടുക്കാതെ. ചെയിനില്ലേ ചെയ്യണ്ടത്? ലൈത്തി കൊണ്ടുപോകണല്ലോ. ഓറിൻ ബോക്സ് ആ അടിയിലല്ലേ? ഇത് നമ്മുടെ ഓറിൻ ബോക്സ്. പമ്പും കാര്യങ്ങളൊക്കെ അഴിച്ച് കുറച്ച് ഗ്രീസും കാര്യങ്ങളൊക്കെ ബെയറിങ്ങിന് കൊടുത്ത് ആൽക്കോളിട്ട് പരിപാടികളൊക്കെ ചെയ്ത് ഒറിങ്ങൊക്കെ ഇട്ട് കയറ്റി. ഇനിയിപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. ചൂടേ ഒടുക്കത്തെ ചൂട്. ശ്രീത്താറിന് അവിടേക്ക് പോയി മേലെ പോയാ? ഇവിടെ ഇല്ലല്ലോ. ആ ശ്രീത്താടോ എവിടെ മേലെ പോയാ? ആ അവിടെ കാണാനില്ല. അപ്പം മേലെ പോയി നോക്കട്ടെ. വേറെ വേറെ ആൾക്കാരെ റൂമോ? പിടിക്കണോ?
കേട്ടെ കുഴപ്പമില്ല. ടൈറ്റാണ്, കുറച്ചുകൂടെ കണ്ടല്ലേ. സ്പാനറൊക്കെ നമ്മൾ അവിടേക്ക് എടുത്തുല്ലോ. ആ അവിടെ ഉണ്ടാവുമല്ലോ അല്ലേ. തുണി കൊണ്ടുപോയി ഫിറ്റ് ചെയ്യല്ലേ. ഒടുക്കത്തെ വെയില. ഓയില് ആ ഞാൻ താക്കോൽ എടുത്തിട്ട് വരാം. മതിയില്ലേ, നമുക്ക് താക്കോൽ എടുത്തിട്ട് വരാം. സ്റ്റോറിൻ്റെ ഇത് ഇപ്പോൾ ഇവിടത്തൊന്നും കാണിക്കാൻ പാടില്ല, അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. വയ്യ ഒട്ടുക്കത്ത ചൂടാ. ഇപ്പം എത്ര ഡിഗ്രി ഉണ്ടെന്നുള്ളത് അറിയില്ല. ആകെ ഇനി 16 മിനിറ്റിന് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അയ്യോ ഇത് അകലേക്ക് എടുക്കണം, ചാടണം, ഈ വഴി ചാടണം, നല്ല ഗ്യാപ്പാ. സ്റ്റോറിൻ്റെ കീ ഒക്കെ എടുക്കണം. സ്റ്റോറിൻ്റെ കീ കിട്ടി, ഓയിലിൻ്റെ സ്റ്റോർ. ഇനി അതെടുത്തിട്ട് പവർ സ്റ്റിയറിങ്ങിലേക്കുള്ള ഓയിൽ എടുത്തൊഴിക്കണം. അവിടെയാണ് നമ്മുടെ വണ്ടി ഇട്ടിട്ടുള്ളത്, ഇതിൻ്റെ ഉള്ളിൽ. അപ്പം അത് കവറായി എടുക്കണ കാരണം വെയിലൊന്നുമില്ല. പക്ഷെ ചൂടുണ്ട്. ചൂട് പോകണമെന്നുണ്ടെങ്കിൽ 2-3 മാസം കഴിയണം ഒന്ന് തണുപ്പൊക്കെ വരാൻ. അപ്പം ഞാൻ ഈ പരിപാടികളൊക്കെ ചെയ്യട്ടെ. സ്റ്റാർട്ട് ചെയ്യാൻ പോണം.
യാക്കിയാ അങ്ങനെ വണ്ടിയുടെ പണികളൊക്കെ കഴിഞ്ഞു, സ്റ്റിയറിംഗ് ഒക്കെ റെഡിയായി, ഇവിടെ ക്ലീനാക്കി സെറ്റാക്കി. ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ ടൂൾസൊക്കെ തിരിച്ചെടുത്തോർത്തുകൊണ്ട് വയ്ക്കട്ടെ. പിന്നെ ആ പണികളാണ് വണ്ടി രസം ഇല്ലേ കാണാൻ. അപ്പോൾ ശരി, പണികളൊക്കെ നോട്ടെ. അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞു, ഫിറ്റിങ്ങൊക്കെ കഴിഞ്ഞു, സെറ്റായി. ഇനിയിപ്പോൾ ഞങ്ങൾക്കൊന്ന് പുറത്തേക്ക് പോകണം. ഒടുക്കത്തെ ചൂടാണ്, വയ്യാത്ത പേണ്ടി പരിപാടി കണ്ടില്ലേ, മുടിയൊക്കെ പൊഴിയും അമ്മാതിരി ചൂട്. ഉപ്പ് വെള്ളമാണ്, വിയർപ്പ് അല്ലേ തലയൊക്കെ. ഇനി കുളിക്കണം, കുളിച്ച് റെഡി ആയിട്ട് ഇനി പുറത്തേക്കൊക്കെ പോകാനുള്ള പരിപാടിയാവട്ടെ, ചേച്ചിയുടെ അവിടേക്ക് ചേട്ടൻ്റെ വീട്ടിലേക്കൊക്കെ. അപ്പോൾ ശരി, ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.